അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിന്റെ 8ാമത്തെ എപ്പിസോഡിലായിട്ട് നമ്മളിന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടാക്കിയ വില്ലേജ് വീട്ടിലുണ്ട് അവിടെ ഇരിപ്പുണ്ട്. എന്നിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നമ്മുടെ അയൺ ഫാമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ അയൺ ഫാമിൽ ബിൽഡ് നല്ല അത്യാവശ്യം ഒരു വലിയൊരു അയൺ ഫാമാണ്. ഓൾമോസ്റ്റ് നമുക്ക് അതിൽ 1600 കിട്ടുമെന്നാണ് പറയണത്. ബട്ട് അതിൽ ഏറ്റവും ഹാർഡസ്റ്റ് പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഓൾമോസ്റ്റ് 18 വില്ലേജസ് വേണം ഗൈസ്. ഓക്കെ, നമ്മുടെ ഫാമിലാകെ ഞാൻ കുറച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഞാൻ അത്യാവശ്യം അതിൻ്റെ ഞാൻ പിന്നെ ഇപ്പോൾ ഇതിൻ്റെ റിസോഴ്സസ് ഞാൻ കുറെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാക്സിമം എല്ലാ റിസോഴ്സസും ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഈ ചെസ്റ്റ് കാണാം. ഇത്രയും ഇനിയും നമുക്ക് ബെഡ് കുറെ ആവശ്യമുണ്ട്. അത് പോയി ഇനി ക്രാഫ്റ്റ് ചെയ്യാനുണ്ട് ഗൈസ്. ഓക്കെ, ഞാൻ ഏരിയ കുറച്ച് ഫ്ലാറ്റ് ആക്കി നമുക്ക് ഇനി ബിൽഡ് ചെയ്യാനായിട്ട് പിന്നെ പ്ലേസ് ചെയ്യണ്ടായിരുന്നു. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ ഒരു ഫാം അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു 3 കൂടുതൽ വില്ലേജ്. അപ്പൊ ആദ്യത്തെ സെറ്റ് ബിൽഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും അത് അത്രയ്ക്കും എളുപ്പത്തിൽ നമുക്ക് എല്ലാം റെഡിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പൊ കഴിഞ്ഞ സാധാരണ എല്ലാ ഫാമും ഞാൻ ഒറ്റയടിക്കും ബിൽഡ് ചെയ്ത് തീർക്കുന്നതായിരുന്നു നിങ്ങളെ കാണിക്കാറ്. പക്ഷേ ഈ പ്രാവശ്യം ടൈം ലാപ്സ് ഇപ്പോഴും ഞാൻ ടൈം ലാപ്സ് എൻ്റെ റീപ്ലേ മോഡ് അത്രയ്ക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ഒരു ശീലമായിട്ടില്ല യൂസ് ചെയ്ത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ നിങ്ങളെ കാണിക്കാം. പക്ഷെ നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. ഇങ്ങനെ ഫാസ്റ്റ് ഫോർവേഡ് ആക്കി ഒരു 10x സ്പീഡിലിട്ടായിരിക്കും ഞാൻ കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഫാം ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പം ഓൾമോസ്റ്റ് നമ്മൾ 9x9 ഒരു ഫാം ബിൽഡ് ചെയ്യുക വെച്ചാൽ 9x9 ഒരു ഏരിയ ബിൽഡ് ചെയ്യും. അവിടെ വെള്ളം അവിടുന്ന് താഴോട്ടൊരു ഇത്ര ബ്ലോക്ക് പോകും നമ്മൾ. എന്നിട്ട് പിന്നെ ഇത്ര ബ്ലോക്ക് താഴോട്ട് പോയിട്ട് അവിടുന്ന് പിന്നെ നമുക്ക് പിന്നെ നമ്മൾ ഇതിന്റെ ഓരോ സൈഡിലോട്ട് ഓരോ റൂംസ് ബിൽഡ് ചെയ്യും. 3 ബ്ലോക്കിൽ താഴോട്ട് പോകും. ടോട്ടൽ 7 ബ്ലോക്ക് ഡീപ്പായിട്ട് അവിടെ 3 ബെഡ് വെക്കും. അങ്ങനെ ഈ ഫാമിൽ 4 സൈഡിൽ നോക്കും. അപ്പോൾ നമ്മൾ നല്ല രീതിയിലത്തെ എഫിഷ്യൻ്റ് ആയിട്ടൊരു ഫാമാണ് ഞാൻ ബിൽഡ് ചെയ്യാൻ നോക്കുന്നത്. കാരണം പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും പുതിയൊരു ഫാം ബിൽഡ് ചെയ്യാൻ ആവശ്യം മാക്സിമം കുഴക്കണം. ഇപ്പൊ തന്നെ ഞാൻ ഈ ഫാം ഉണ്ടാക്കുന്ന സെപ്പറേറ്റ് 21 എത്ര നേരമായിട്ട് ഞാൻ മൈൻഡ് ചെയ്യാൻ പോയിട്ട് വന്നതാണ്. ഓക്കെ, അതിൻ്റെ വേറൊരു മോഡ് ഇട്ടില്ല. ഇങ്ങനെ ഫാൻസി ബെഡ്സ് എന്ന് പറഞ്ഞൊരു മോഡും റിസോഴ്സ് പാക്സ് ഇട്ടിട്ടുണ്ട്. എനിക്ക് 3D ഫാം ഗ്ലോയിങ് ഓർസ് വാഷ് ചെയ്ത് അങ്ങോട്ട് വർക്ക് ചെയ്യുന്നില്ലേ, റിയലി ഇത് വർക്ക് ചെയ്യുന്നില്ല. പിന്നെ ഇത് ഞാൻ യൂസ് ചെയ്ത് സ്പോണക്സിന്റെ ജസ്റ്റ് ഒരു ഇതിൽ ഞാൻ ഇടുന്നതാണ്. പിന്നെ നോ പംകിൻ റൗണ്ട് ട്രീ അത് വർക്കിംഗ് ആണ്. നിങ്ങൾക്ക് ക്ലിയർ ബെറ്റർ ലീഫും മോഷൻ ലീഫ് ബട്ട് എന്തോ ഒരു ചെറിയൊരു ഇത് കാരണം അതിൻ്റെ ഒരു ടെക്സ്റ്റർ ഒന്ന് ചെറുതായിട്ട് ഇതായിട്ടുണ്ട്. അത് ഫ്രഷ് മൂവ്സും പറഞ്ഞുണ്ട്, പക്ഷെ അത് വർക്കിംഗ് അല്ല. പിന്നെ ബ്ലാക്ക് ചെയ്യാൻ മറ്റേ ഇതുണ്ട് നമ്മുടെ വോയിസ് ചാറ്റിൻ്റെയാണ്. പിന്നെ ഡൈനാമിക് ഐലൻഡ്സ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. പിന്നെ വർക്കിംഗ് ആണ്, പക്ഷെ എൻ്റെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അല്ലാതെ ഇട്ടിട്ടുണ്ട്. പിന്നെ ബോർഡർലെസ് ഗ്ലാസ് ഞാൻ ഫുൾ ബ്രൈറ്റ് അപ്പോൾ യൂസ് ചെയ്യാറില്ല. നമുക്കറിയാം. ഞാൻ വേറെ എന്തെങ്കിലും റിസോഴ്സ് പാക്സ് നല്ല റിസോഴ്സ് പാക്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സജസ്റ്റ് ചെയ്യണം കേസ്. ഓക്കെ, നല്ല റിസോഴ്സ് പാക്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അത്രയും നല്ലതായിരിക്കും. എന്നിട്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ ഉണ്ടാക്കാവുന്ന അയൺ ഫാം ഞാൻ ഇവിടെ ആയിട്ട് ഇവിടെ ആയിട്ടാണ് ഞാൻ ബിൽഡ് ചെയ്യാൻ പോണേ. അപ്പം ഞാൻ നേരെ അയൺ ഫാം ബിൽഡ് ചെയ്ത മടിയിലോട്ട് പോകാൻ കഴിച്ചു.
അപ്പൊ നമ്മുടെ അയൺ ഫാമിന് കുറച്ചൊക്കെ വർക്ക് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഇത്രയും നടക്കുന്നത് കഷ്ടപ്പെട്ടിട്ട് അങ്ങനെ നമ്മുടെ ഫാം വർക്ക് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം അപ്പൊ നമ്മൾ ഒരു സൈഡിൽ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിൽ അതിന് 4 സൈഡിലൊക്കെ വില്ലേജസിന്റെ ജോബീസിനെ വെച്ചിട്ടാണ് മാക്സിമം ഇത് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനോട് ഇപ്പൊ ഒരു സൈഡിൽ ശരിയാക്കിയിട്ട് ഞാൻ കുറച്ച് സൈഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ 55 ആണ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോട് കുറച്ച് അല്ലാതെ കുറച്ചാണെങ്കിൽ അത് താഴെ പോയതാണ്. എന്നിട്ട് അങ്ങനെ നമുക്ക് 55 ആണ് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മളിപ്പോ കണ്ടൊക്കെ മനസ്സിലാവും. അങ്ങനെ നമുക്ക് അടിപൊളി വർക്കായി. ഇനി നമുക്ക് ഇനി ഫാമിലെ കുറെ കാര്യങ്ങൾ നോക്കാം. ഞാൻ ഇനി ഇവിടുത്തെ ഒരു സെക്ഷൻ കൂടി കംപ്ലീറ്റ് ചെയ്യാൻ പോണത്. പക്ഷെ ഏറ്റവും ഇപ്പൊ നമുക്ക് വന്നാൽ നമുക്ക് ഇന്നത്തെ വീഡിയോ തന്നെ ടോട്ടലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തുള്ള ഏറ്റവും വലിയ കാരണമാണ് നമ്മുടെ വില്ലേജ് ബിസിനസ് കെടുവാക്കി എന്നുള്ളത്. അപ്പൊ കറക്റ്റ് വർക്കിംഗ് ആക്കി എടുക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഇനി ഇപ്പോൾ ഞാൻ താഴെയുള്ള ഒരു വില്ലേജറാണ്. ആ വില്ലേജർ ടോട്ടലി ഗ്രോൺ ആയിട്ടില്ല. നമുക്കിപ്പോ ഗ്രോൺ ആയിട്ടും അതുപോലെ ഇപ്പൊ നമ്മള് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു അതായത് എനിക്ക് തോന്നുന്നു ഈ വലിയ വില്ലേജിനൊക്കെ വർക്ക് ചെയ്യുമെന്ന് എനിക്ക് ഡൗട്ട്. പക്ഷെ ആ റെയിലിൽ കൂടി അത് ഞെക്കി കഴിഞ്ഞാൽ എനിക്ക് അത് പുറത്തോട്ട് വരത്തില്ലെന്ന് തോന്നുന്നു. നമ്മൾ ആ റെയിലിൽ കൂടി അതിനോട് ഞെക്കി ആ ഒരു ബട്ടൺ ഞെക്കിയാലും ആ ഗ്രോ ആയിട്ട് അത് പുറത്തോട്ട് വരുത്തുമെന്ന് ആണ് തോന്നുന്നത്. പിന്നെ നമുക്ക് ഇപ്പൊ ഇതിന്റെ മേലെ ഗ്ലാസ് കൂടി ഇട്ടിട്ടുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്ത എപ്പിസോഡിൽ നമ്മുടെ മുസ്ഫാം ആണെങ്കിൽ നമ്മൾ പായം കെട്ടി നമുക്ക് കുറെ ഓഫറുകളാണ് അതിന് വേണ്ടിയിട്ട് ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് മുസ്ഫാം ഉണ്ടാക്കാൻ പറ്റുന്നത്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇത് ചെയ്യാൻ ഇനി ഈ ഫാമിന്റെ ഒരു സൈഡ് കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു വില്ലേജറെ കൂടി കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ സൈഡ് കൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഞാൻ സൈഡ് കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഇപ്പൊ ഇനി എത്ര ആയതാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്യണത്. ഇപ്പോഴും പോലൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഏറ്റവും ഒരു കോലത്തോട് ഫോണായിട്ടുണ്ട്. ഒരു സൈഡ് കിട്ടി 2 കോലം പോകണം. ഇത് ടോട്ടലി വർക്കിംഗ് ആയി തുടങ്ങി കഴിഞ്ഞാൽ 3 തൊട്ട് 4 കോലം ഫസ്റ്റ് ടൈമിൽ പോകണം. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് ഒരു ചെയ്യുന്നുണ്ടെങ്കിൽ
അവർ 1600 അയൺ വരുമ്പോൾ കിട്ടാൻ കഴിയുന്നത് അത് വലിയൊരു റേറ്റ് ആണ്. കാരണം ഇത്ര ഒരു വലിയ ഇന്ത്യയുള്ള ഫാമാണ്. ആകെ ഇച്ചിരി വില്ലേജസ് കൂടുതലും കുറച്ച് പ്രോഡക്റ്റ് കൂടുതലും വേണമെന്നേ ഉള്ളൂ. ഇതിപ്പോ നമുക്ക് ഓൾമോസ്റ്റ് 1 അയണായിട്ട് നിൽക്കുന്നത്. അത് നല്ലൊരു ഇത് തന്നെയാണ് നമുക്ക്. ഓക്കെ, അത്രയും ആണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ അടുത്ത ഒരു എണ്ണം കൂടി കണ്ടുകഴിഞ്ഞാൽ അത്രയും നല്ലത്. ഈ ഫാം ഞാൻ അടുത്ത എപ്പിസോഡ് തന്നെ ഈ ഫാം ഫുള്ള് വർക്കിംഗ് ആക്കി എടുക്കുന്നത്. അടുത്ത എപ്പിസോഡിനെ ഈ ഫാം ഫുള്ള് വർക്കിംഗ് എടുക്കുന്നതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് വേറെ കുറെ കാര്യങ്ങൾ ഈ ഒരു ഇതിന് നമുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ടോട്ടലി ഫാമിന് 20 ഫാംസ് ഉണ്ട്. നമുക്ക് ചെയ്യാൻ 20 ഫാംസ് ഉണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അത്രയൊരു ഇതായിട്ട് നമുക്ക് ടോട്ടൽ ഗ്രാൻഡ് ഇതായിട്ടുണ്ട്. ടോട്ടൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യും. ഇത് മൊത്തം ഒരു 20 to 30 എപ്പിസോഡ് വരെ പോകുമെന്നാണ് എന്റെ എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല അതിനിടയ്ക്ക് ഒരു ദിവസം കൂടി നമുക്ക് ഓക്കെ ഗൈസ്, നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഗൈസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാനിപ്പോൾ ഇത് വർക്കിംഗ് ആയത് മീൻസ്. അപ്പോൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഞാൻ ഈ ഒരു ഇത് നമ്മളെ ഒരു സെറ്റ് വില്ലേജസിന് വർക്ക് ആക്കി എടുത്തപ്പോൾ തന്നെ നമ്മുടെ അയൺ ഫാം വർക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഓരോരോ ഇതും വന്ന് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. കാരണം നമ്മൾ ഒരു സെറ്റ് കഴിഞ്ഞു, ഇനി നമുക്ക് 3 സെറ്റ് കിട്ടും. പക്ഷേ നമുക്ക് വില്ലേജസ് ഇതുവരെ നമ്മുടെ വില്ലേജ് ബിൽഡർ റെഡി ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഈ എപ്പിസോഡ് കുറച്ചുകൂടി ലേറ്റ് ആകുമ്പോഴായിരിക്കും. പക്ഷേ അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഈ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഓക്കെ ഓക്കെ, അടുത്ത വില്ലേജർ. അപ്പോൾ ഈ ഒരു ഏരിയ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഓരോരോ വില്ലേജർ ഓരോ സെക്കൻഡിൽ ഓരോ ഇത്ര ഇതിന് ഗ്യാപ്പിൽ കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് അതും കൂടി വർക്ക് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ഓക്കെ, കാരണം അതിനകത്ത് ഇപ്പം ഒരു വില്ലേജർ ഗ്രോ ആയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടോ? ഓക്കെ, ഇതൊരു ഗ്രോ ആയിട്ടില്ല ഈ വില്ലേജർ. ഇത് പക്ഷേ ഗ്രോ ആയില്ലെങ്കിൽ നമുക്ക് കൊണ്ടിട്ടാലും പ്രശ്നമില്ലല്ലോ. ഐ തിങ്ക് സോ. ഗ്രോ ആയാലേ വരുത്തുള്ളൂ. ഒരു വില്ലേജർ കൂടി ഇവിടെ വന്നിട്ടുണ്ട്. ഏഷ്യാണ്ട് വില്ലേജിനോട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫാമിനെ വർക്കായി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇത് തന്നെ ഇവിടെ കുറേ കൂടി ക്രീപ്പർ എന്ന് പറഞ്ഞാൽ പൊട്ടി വരും. മാത്രമല്ല നമ്മുടെ ഡയമണ്ട് പൊട്ടി. അതുകൊണ്ട് തന്നെ ജസ്റ്റ് പൊട്ടായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് മാറ്റി വെച്ചിട്ട് ഇതെടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി വീണ്ടും ഡയമണ്ട് മൈൻ വീണ്ടും പുതിയ ആളുകളുണ്ടാക്കണം. ഓക്കെയാണ്. ഇപ്പോഴും ഈ ഫാം അത്യാവശ്യം നന്നായിട്ട് വർക്കിംഗ് ആണ്. ഇത്ര നമുക്ക് ഈ ബാക്കി ക്ലോസ് ചെയ്തിട്ട് ഇതിന് മുകളിൽ നമുക്ക് വേറെ ബിൽഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല കാര്യം. ഇവിടെ ഇനി വരണം കൂടി വരാനുണ്ട്. അത്രേ ഉള്ളൂ നമുക്ക് ചെയ്യാം. പിന്നെ ഇവിടെ കുറേ ടേർട്ടിൽസ് ഒക്കെ വേണമെന്നാണ്. ടേർട്ടിൽ ഷെൽ കിട്ടുമോ? ഇവിടെ ഹെഡ് കിട്ടിക്കഴിഞ്ഞാൽ അത്ര നല്ലതാണ്. ഇല്ല, 2 കിട്ടും. ഞാൻ കോഴിനല്ലായിട്ട് ജസ്റ്റ് ട്രൈ കിട്ടുവാനായിട്ട് ഞാൻ ടേർട്ടിൽസിനെ കൊള്ളായിരുന്നു. ജസ്റ്റ് ഒന്നും ട്രൈ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണല്ലോ. ഓക്കെ, ഇത് വലുതായിട്ട് ഇവൻ വലുതായിട്ടുണ്ട്. ഇവിടെ കാട്ട് വെച്ച് ഇവൻ വലുതാകട്ടെ. കം, ലെറ്റ്സ് ഗോ ഗായ്. ഹിയർ ഈസ് യുവർ ബോട്ട്. ഞാൻ ബോട്ട് എടുത്തില്ല. എന്നടാ നീ ഇങ്ങോട്ട് പോകുന്നടാ, നീ പോവില്ലേടാ. കഷ്ടമുട്ടോ ഓടല്ലേടാ. എവിടെ പോടാ എങ്ങും പോലെടാ. ഇനി അവനങ്ങനെ ഓടിപ്പോയി കഴിഞ്ഞ് ഇപ്പരെ പുറത്തെടുക്കണ്ടായിരുന്നു. ഇപ്പം നൈറ്റ് ആവാൻ പോവാ. ജസ്റ്റ് 1 മിനിറ്റ് കുറച്ച് കൂടി ഉള്ള നൈറ്റ് ആവും. ക്വാണ്ടിൻ്റെ ഒരു ക്വാർട്ടേഴ്സ് കൊണ്ട് എടുക്കാനുള്ള ഇവന്മാർക്ക് കൊന്നിച്ച് ഹെഡ് കിട്ടും. അതാണ് ഇവന്മാരെ കൊല്ലും. ഇവന്മാർക്ക് തന്നെ അടി കിട്ടി. ഒന്ന് ഉപ്പിയത് കിട്ടി. ഹെഡ് കിട്ടിയില്ല. Stop there. Sit in my boot. Sit in the car. Oh brother. അതേ അവനെ തീർക്കാം. പണിയാവും. ഓക്കെ, അവനെ പിടിച്ചിരുത്തുന്നുണ്ട്. നേരെ തെളിഞ്ഞ് ഇനി നമുക്ക് ഇത് കഴിഞ്ഞാൽ ബാക്കിയുള്ള പോർട്ടലും കൂടി സോംബീസ് നിറയ്ക്കാം. അതിനുശേഷം ബാക്കി വില്ലേജസിനെ കൊണ്ട് അപ്പം തന്നെ വെച്ച് പേടിച്ചു തുടങ്ങില്ലേ. അതൊരു നല്ല കാര്യമാണ്. നമുക്ക് ബാക്കിയുള്ള അടുത്ത് കൂടി പോർട്ടൽ നിറയ്ക്കാം. ഞാൻ എൻ്റെ ബെഡ് ബ്രേക്ക് ചെയ്തിട്ട് ഞാൻ അതിലോട്ടേക്ക് ലിങ്ക് ആവുന്നു. എന്നിട്ട് ഇവിടെ ഒരു ബെഡ് പ്ലേസ് ചെയ്യണം. ഇതിപ്പോൾ
only 2 villages are there. Okay, we're able to place here. Got linked with it and like one go we go. Okay, ഒന്ന് ഡയറക്റ്റ് ചാടാ പോയി പയ്യെ ഇവിടെ ഡൗൺ പൊടിച്ചു കൊടുക്കുക. Now next fog is also ready. Now close this thing up. Okay, ഇനി നമുക്ക് അടുത്തൊരു സെറ്റ് ഇതിനിടയിൽ കൂലം ഡൈസ് ഇൻ ഹിയർ വാട്ട് ഇവിടെ എവിടെ സൗണ്ട് കേൾക്കുന്നുണ്ട് കോലി ഇവിടെ എവിടെ ഡെഡ് ആവുന്നുണ്ട് ഇവിടെ ഓക്കെയാണ് പക്ഷേ അവനാണ് തുടങ്ങി ഹൗ ഡിഡ് ഹി സിറ്റ് ഉറങ്ങും വേണ്ടി എഴുതിക്കൊണ്ടു എവിടെ ഗോലം ഡെഡ് ആവുന്നത് അത് എവിടെയാണ് സൗണ്ട് കേൾക്കുന്നുണ്ട് ഗോലം ഡെഡ് ആവുന്നത് അപ്പോൾ എവിടെയൊക്കെയാണ് സ്പോണാവുന്നത് ഇതിനകത്തായിരുന്നു ചെക്ക് ഇവൻ ഇതിനകത്ത് സ്പോണാവുന്ന ഗൈസ് ഗോലി ഇതിനകത്ത് സ്പോണാവും അതിനകത്ത് ടോർച്ച് വെച്ചേക്കാം അപ്പോൾ സ്പോണാവത്തില്ലെന്ന് തോന്നുന്നു ഗോലുണ്ട് അങ്ങനെ 10 സ്പൂണ് 8 കിട്ടി ഗോല അതിനകത്ത് സ്പൂണാവുന്ന അതങ്ങനെ ടോർച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പൂണത്തിലായിരിക്കും രണ്ട് ഗായ്സ് നമ്മുടെ ഫോൺ വർക്കായടാ വർക്കാവുന്നടാ ഇത് കത്തിപ്പോലത്തില്ലല്ലോ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെയുണ്ട് നമുക്ക് ഓക്കെ ഞാൻ ഫാമാണ് വർക്കായി തുടങ്ങിയിട്ടുണ്ട് ഗ്രീസ് ഞാൻ ഫാമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് വർക്കും നമ്മളിപ്പോൾ കുറച്ചൊക്കെ ലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം ഒന്ന് ഫോൺ അടിക്കട്ടെ ഇവിടെ സോംബീസ് ഇല്ല ഇവിടെ വില്ലേജസ് ചിലപ്പോൾ സോംബീസ് ചിലപ്പോൾ സോംബീസ് കുറച്ചുണ്ടായിരിക്കും രണ്ട് പോൾ നമ്മുടെ റെഡിയാണ് 2 പോൾ സ്റ്റാർട്ട് ചെയ്യാൻ റെഡി ഓക്കെ please 1 spoon just spoon പക്ക ഓക്കെ ഇതാണ് ഒരു ഒളത്തിനും കൂടി സ്പോണാവുന്നല്ലേ കുറച്ചൊക്കെ ലൈറ്റ് ചെയ്തുകൊണ്ടായിരിക്കും വെക്കുമ്പോൾ സ്പോണായിട്ട് വെക്കുമ്പോൾ സ്പോണാവുന്നില്ല ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് ടോർച്ച് പിടിച്ചു ഇച്ചിരി ദൂരോട്ട് പോയിട്ട് പോകുമ്പോൾ സ്പോണാവത്ത് അവിടെ ഫോണായി പണ്ടാറുകളൊക്കെ ഇവിടെ സ്പോണാക്കി കഴിഞ്ഞാൽ എന്തോനാണ് ബ്രോ ഒന്ന് മനസ്സിലാക്കും ഇവിടെ സ്പോണാവില്ല ബ്രോ സ്പോണായി കഴിഞ്ഞാൽ നിന്നെ നമ്മൾ എടുത്ത് സൂക്ഷിക്കും ചുമ്മാ ലാവൊക്കെ ചാവണ്ട നീ എന്താണ് ഇങ്ങനെ കാണുന്നത് മനസ്സിലായി ഉമ്മച്ചി മോഞ്ഞേ മനസ്സിൽ ലഡ്ഡു പൊട്ടിയടാ ഇങ്ങോട്ട് ഇനി ഒരൊറ്റ കൂടി ഒന്ന് പിടിച്ചോ അടുത്തതും സ്പൂൺ ഭയങ്കര അടിച്ചതിൻ്റെ തലയാ പൊളിക്കും വീട് ഇവിടെ സ്പൂണാകുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ ടോർച്ച് ലൈറ്റ് ഒന്ന് വെച്ചേക്കാം ജസ്റ്റ് നോക്കാം ഞാൻ ഇവിടെ കൂടി സ്പൂണാക്കി പോകും അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ ബാക്കിയുള്ള അയണം കൂടി കളഞ്ഞേക്കാം വേറെ കൂടി കളഞ്ഞേ guys 1 stack അപ്പോൾ guys നമ്മുടെ അയൺ ഫാം കംപ്ലീറ്റ് ആയിട്ട് റീസ്റ്റാർട്ട് ക്യാപ്പ് ചെയ്താൽ നമ്മുടെ അയൺ ഫാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് നമുക്ക് 1 സ്റ്റാക്ക് ആണ് കിട്ടിയിട്ടുണ്ട് guys നമ്മൾ സക്സസ് അടിച്ചിട്ടുണ്ട് guys ആണ് 1 oh guys oh my god bro അവൻ അവിടെ സ്പോൺ ആവുന്ന guys അതെങ്ങനെ അവിടെ സ്പോൺ ആവുന്നതാണ് അവിടെ സ്പോൺ ആവുന്നത് why is he spawning in there
അപ്പൊ ഗൈസ് അങ്ങനെ നമ്മൾ ഈ ഒരു ഫാം നമ്മൾ അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കി നമ്മുടെ ഈ അടുത്ത എപ്പിസോഡിൽ തന്നെ ഞാൻ ഇനി ഈ ഒരു ഫാമില്ലേ
ഇനി ഇതിന്റെ ബാക്കി ഞാൻ ഇനി അടുത്ത എപ്പിസോഡിൽ തന്നെ ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഇപ്പം നമ്മൾ ഈ ഒരു ഫാം ഓൾമോസ്റ്റ് നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഗൈസ്. അപ്പം ഞാൻ അടുത്ത എപ്പിസോഡ് ആകുമ്പോഴത്തേക്കും ഞാൻ ഈ ഫുൾ ഫാം കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡ് ഈ ഫുൾ ഫാം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കാണിച്ചത്. ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ ആർക്കെ സൈനിങ്.